അതെ, ഞാൻ വാതിൽ തുറക്കും. ഇനി വാതിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നത് പറയട്ടെ. ഞാൻ നിങ്ങൾ കുറ്റപ്പെടുത്താൻ വന്ന എന്തെങ്കിലും, ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് വന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ വന്ന ഇല്ല. നിങ്ങൾ ഒരു വൃത്തികെട്ട ഹിന്ദി കുട്ടികൾ എന്താ കഴിക്കണേ? ഈ വൃത്തികെട്ട അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, വൃത്തികെട്ട അനിയന്മാർ തന്തേനും തള്ളേനും കൊല്ലിച്ചിട്ട് പറപ്പിച്ച് പറഞ്ഞ ഡ്രഗ് അടിച്ച് നടക്കണവർ, പറപ്പിച്ച് പറഞ്ഞാൽ മാത്രം പറയണേ ഡ്രഗ് കൈ അടിച്ചിട്ട് കുറെ കുമ്മുട്ടിങ് അവരുടെ സിനിമ ഞാൻ കാണാൻ പോയിട്ടില്ലേ. അത് കണ്ടിരുന്നെങ്കിൽ എനിക്കിത് പറയേണ്ട കാര്യമുണ്ടാ? അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിൽ വെച്ച് പറയും, പറയേണ്ടത് പറയും. എനിക്ക് ചോദിക്കണം പറയും. ഞാൻ നിങ്ങളെ അറിയൂടില്ല, നിങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന രീതിയിൽ തന്നെ പറയും. നിങ്ങൾ എന്നെ അറിയില്ല കാട് എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ കാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കാനും എന്നെ മുഷിപ്പിക്കാനും എനിക്ക് എന്നെ മടുപ്പിക്കാനും എനിക്ക് വല്ല ആഗ്രഹം ഉണ്ടാവുമോ? എന്നിട്ട് പറഞ്ഞാൽ അവിടെ പോയി വീട്ടുകാരെ അന്വേഷിച്ച് വരാണെങ്കിൽ നിങ്ങൾ പിന്നെ വന്നാൽ മതിയില്ലേ? ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ എന്ന് എനിക്ക് പറയേണ്ട കാര്യമുള്ളൂ. അത് നിങ്ങളുടെ ധൈര്യമില്ലായ്മ കാണിക്കണം. ഞാൻ ഇവിടെ വെച്ച് ഞാൻ ഇവിടെ ഇന്നലെ വന്നുള്ളൂ, നിങ്ങൾ പ്രൂഫ് എല്ലാം കൊണ്ടുവരാണ് പറയും. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പറയാം. വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ള സംസാരമില്ല. പിന്നെ എന്തിനാണ് നിങ്ങളെ മുഷിപ്പിക്കേണ്ട? ഞാൻ എന്നെ മുഷിപ്പിക്കണേ, എന്നെ മടുപ്പിക്കണ രീതിയിൽ ഞാൻ വാതിൽ തുറക്കേണ്ട കാര്യം? ഓരോ വിഡ്ഢികൾ ഡ്രഗ്, എൻ്റെ തന്തയുടെ വിചാരം യേശുവ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ടാണ് ഈ കുരിശിൽ മരിച്ചതെന്ന്. അതാ പറയണേ. അതുകൊണ്ട് അവർ പറയണേ. ഞാനതല്ല. യേശുവ ഡ്രഗ് അടിച്ച് കുടിച്ച് തന്നിട്ടല്ല ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണേ. യേശുവ ഡ്രഗ് അടിച്ച് കുടിച്ചിട്ട് കുരിശിൽ മരിക്കാൻ സാധ്യത ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു അടിയേറ്റ് അവിടെ മരിക്കും. കുരിശെടുത്ത് അങ്ങനെ ബോധത്തോടെ കാര്യം നടക്കില്ലേ? അവിടെ ഉയർത്ത് അവിടെ കുരിശ് കുഴി കുടിച്ച് മോളിക്ക് പൊന്തില്ലേ, അപ്പം തന്നെ അടി അടിച്ചാൽ അവിടെ കിടക്കും. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ്ടാണ്. അതുകൊണ്ട് യേശുവല്ല വേറെ ആണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇത് ബോധത്തോടെ പറയണേ. അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, ഞാൻ യേശു അല്ലെങ്കിൽ ഞാൻ പറയില്ലേ യേശുവ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നതായിരിക്കും. അയ്യേ ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കണില്ല എന്നല്ലേ പറയുള്ളൂ. ഇത്രയ്ക്ക് ബോധമില്ലേ? നിങ്ങളുടെ ഹിന്ദു ശിവനാണോ? ശിവനാണ് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്ന ഒരു പടു വെഡ്ഡിയാണ്. അതാണ് തമ്മിൽ കൊല്ലിച്ച് ബി ജെ പിയിലത്തെ ഫ്രണ്ട്സിനെ കൊല്ലിച്ചിട്ട് CPIയുടെ തല്ലി കയലിച്ചിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് കൊല്ലിച്ചിട്ട് അത് പിടിച്ച് നിൽക്കുന്നതിൻ്റെ വിപരീതം പിടിച്ച് നിൽക്കുന്ന തെറ്റിദ്ധാരണ കാണിക്കുന്നത്. സോഷ്യൽ അല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ, വൃത്തികെട്ട ഡ്രഗ് അടിച്ച് നടന്നിട്ട് അതിന് നശ്വരവും നിർജ്ജീവമായത് പിടിച്ചു നിന്ന് വഴുതി പറപ്പിക്കാൻ ഈ മണ്ഡല ശിവനല്ലാണ്ട് ആരും പറഞ്ഞില്ല. ബോധത്തോടെ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. യഹോവ ചെയ്യുന്നത് ബോധത്തോടെ ചെയ്യുന്നത്, അള്ള ചെയ്യുന്നത് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നതാണ്. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് മുസ്ലിംസിൻ്റെ പോലെ ഖുറാനും വായിപ്പിച്ച് തമ്മിൽ അടി കൂട്ടണവർ, അരുന്നൂട്ടി വാങ്ങിപ്പിക്കണവർ. ഇതാണോ പറയണത് ഇവിടെ? ഈ വൃത്തികെട്ട സിനിമകൾ ഞാൻ കാണാൻ പോയിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഹിന്ദി കുട്ടിക്കാണ് മലയാളി ചുണ്ണാമ്പ്, മലയാളി പാൻപരാഗാവുന്നത്. ആർക്ക് വേണ്ടി തന്ത തള്ളെ കൊല്ലിച്ച പോലെ നിങ്ങൾ പിഴവ് കാണിച്ച് തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കണേ? കുറെ പെണ്ണുങ്ങളുണ്ട് ഇപ്പോൾ പിൽസ പോർഷൻ കഴിച്ച് കൂട്ട് കഴിക്കണവർ ഹിന്ദിക്കാരുടെ കൂടെ. വല്ല ബോധക്കേടുണ്ടോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങളല്ലാണെന്ന് പറയണത് തമ്മിൽ കൊല്ലിച്ച് നടക്കണ വിഡിത്തം ഞാനല്ലെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് സാധാ രീതിയിൽ മരിക്കാം. സാധാ രീതിയിൽ പിന്നെ എപ്പോഴും വരും ചെയ്യാം. നിങ്ങളല്ലേ വിഡ്ഢികൾ തമ്മിൽ കൊല്ലിച്ച് ചെകുത്താൻ വിഡ്ഢികളെ പോലെ ഈ മുഷിഞ്ഞ് ഒരു തരം ബുദ്ധിയില്ലാത്ത കുടിച്ച് ഡ്രഗടിച്ച് തമ്മിൽ കൊല്ലിക്കുന്നത്. അതെങ്ങനെയാണ് ഞാനാവണേ? ഹിന്ദി കുട്ടകൾ, മലയാളി ചുണ്ണാമ്പ്, മലയാളി പാൻപരാഗ് പറയിപ്പിച്ച് പറയണവർ, വിഡ്ഢി സിനിമകൾ കണ്ട് അതിനുവേണ്ടി കൈയടിക്കണവർ. ഒരു കാര്യം ചോദിച്ചാൽ മുഷിപ്പിക്കണ രീതിയിൽ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് മുഷിപ്പിക്കേണ്ട രീതി ഇങ്ങോട്ടില്ല, എനിക്ക് മടുപ്പിക്കണ രീതിയിൽ വായി തുറക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഇവിടെ വന്നോളം പറഞ്ഞ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയില്ല. ഇത്രയ്ക്ക് ബോധം കെട്ടിരിക്കണോ നിങ്ങൾ? ഇങ്ങനെ ഓ ഓ ഓ ഇത് മാത്രം പറയാറിയുള്ളൂ. ചിലപ്പോൾ എനിക്ക് എപ്പോൾ പറയണം, എപ്പോൾ സംസാരിക്കണം, എപ്പം മിണ്ടാണ്ടിരിക്കണം എനിക്കറിയാം. അപ്പോൾ ഈ ബോർഡ് പറഞ്ഞ് മിണ്ടെങ്കിൽ ഇരിക്കുമോ? നിങ്ങൾ അരമണിക്കൂർ ഡ്രഗ് അടിച്ച് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങൾ ഡ്രഗ് അടിച്ചിട്ട് ഓരോന്ന് പറയുമായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ കേട്ടിട്ട് അരമണിക്കൂർ വരെ മിണ്ടില്ല. പറഞ്ഞു കഴിഞ്ഞോന്ന് പറഞ്ഞിട്ട് ഓക്കെ പൊക്കോ എന്ന് പറഞ്ഞാലോ നീ എന്ത് പറയും? നിനക്ക് തന്നെ നിന്റെ വിഡിത്തം തമാശ തോന്നുന്നുണ്ട്. ഡ്രഗ് അടിച്ചിട്ട് പോയി പറഞ്ഞിട്ട് നീ എന്നിട്ട് അല്ലാണെന്ന് പറഞ്ഞിട്ടിരിക്കണേ. വാതിൽ തുറന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മോള് ഇവിടെ നിൽക്കേണ്ടത് പറഞ്ഞു. രണ്ടുപേർക്ക് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ആണ് വന്ന് സംസാരിക്കില്ലേ? ചെറിയ കാര്യം. ഇനിയും ഞാൻ വാതിൽ തുറന്ന് എന്നെ തന്നെ മുഷിപ്പിക്കണ, നിങ്ങൾ മുഷിപ്പിക്കണം, എന്നെ മുഷിപ്പിക്കണം, എന്നെ മടുപ്പിക്കണം ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഇനി മദർ പറയും നിങ്ങൾ എന്റെ മുഖം കാണുമ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ വിഡ്ഢി. ഇത്ര നാളെ സാധാ രീതിയിൽ സംസാരിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ ഈസി ആയിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ പോലത്തെ വിഡ്ഢികളെ ഡ്രഗ് അടിച്ച് നടക്കണവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എനിക്ക് ഈസി ആണല്ലോ. മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഏതോ പഴകിയവരെ കുറിച്ച് ചോദിക്കണത്. ഡ്രഗ് അടിച്ച് നടക്കണവരെ, ഗുഡ്ക അടിച്ച് നടന്ന് ചൂറ്റി പോയവരെ. ഒരു കാര്യം പോകണ്ട എന്താ ആര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വെള്ളം വിഴുങ്ങി നാവിറക്കി. പിന്നെ എന്തിനാണ് എന്നെ തന്നെ ഇങ്ങനെ മുഷിപ്പിച്ച് ഞാൻ വാതിൽ തുറന്ന് 1000 വട്ടം തുറക്കണേ ഞാൻ?
ഉള്ള കാര്യം സംസാരിക്കില്ല. ആ വാതിലാണ് താഴെ ഒരു ഇതുണ്ട്, ഫ്രിക്ഷൻ വന്നിട്ടുണ്ട്, തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തുറന്നിട്ട് കീ തുറന്നിട്ട് ശബ്ദം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു തരം അമ്പിച്ച വരാറ്. അപ്പൊ വാതിൽ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് വാതിൽ പകുതി വെച്ച് തുറക്കണത് ഞാൻ. ആ ജാമായിട്ട് അടിയിൽ വെള്ളം ഹ്യൂമിഡിറ്റി നിന്നിട്ട് ടൈൽസും വാതിലും ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അത് പൊന്തിച്ച് വെക്കണം ശരിക്കും അല്ലേ? അതിങ്ങനെ ഞെരുങ്ങിയിട്ടാണ് തുറക്കാൻ പറ്റുന്നത്. ശബ്ദം എപ്പോഴും തുറക്കണം കേട്ടിട്ടുണ്ടോ? ശബ്ദം ഇങ്ങനെ എന്താ തുറക്കണേ? അപ്പോഴും നിങ്ങളെ പോകുന്ന നിങ്ങളെ മുഷിപ്പിക്കാനും എന്നെ മുഷിപ്പിക്കാൻ എന്നെ മടുപ്പിക്കാൻ ഞാൻ തുറക്കണ. ഇനി ഞാൻ തുറന്നു വിചാരിച്ചോ? തുറന്നുണ്ട് അപ്പോഴും വന്നിട്ടില്ലേ? ഇനിയും തുറക്കാം വേണം. ഇത് എത്ര നേരം തുറക്കും ഞാൻ? ഇത് എത്ര വർഷം ഇതേ കിടക്കണേ? വെറുതെ ആവശ്യമില്ലാണ്ട് വിഡിത്തം കാണിക്കുക. ഇനി പറയുക ഞാൻ ഡ്രഗ് അടിച്ചു കൊടുത്ത ഞാൻ കൊമ്മിറ്റാക്കി ഇന്മ കണ്ടുണ്ട്, ഡ്രഗ് അടിച്ചതാണ്, കൈ അടിച്ചിട്ടുണ്ട്, ഡ്രഗ് പറയിപ്പിച്ചതിന്. നിങ്ങൾ ഏത് വിഡിനെയാണ് സ്വപ്നമാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചത്തു പോയവരുണ്ടാവും. നിങ്ങൾക്ക് കിറുക്കുണ്ടാവും അല്ലേ? വിഡ്ഢികളെ സ്വപ്നം കാണാം. കുടിച്ച് ഡ്രഗ് അടിച്ചിറങ്ങി അന്യമേ കുറെ വൃത്തിയുടെ ഡോക്ടേഴ്സും പേഷ്യൻസും ഡ്രഗ് അടിച്ചിറക്കുന്നുണ്ട്. അവർക്കോ ബോധമില്ല. വളരെ ചിരിച്ച് ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും ബോധമുള്ളവരാണ്. മൊത്തം പോക്കാണ്. ഡ്രഗ് അടിച്ച് തലയിൽ കയറ്റി വെച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കും വീണ്ടും മണ്ടത്തരപ്പിക്കാൻ. എന്നിട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡ്രഗ് അടിച്ച് നടന്ന കാര്യം ഞങ്ങൾ പറയില്ല. പക്ഷെ പേഷ്യൻസ് ഡ്രഗ് അടിച്ച് നടന്നവരെ ചികിത്സിക്കാനാണ് ഞങ്ങൾ വരുന്നത്. ഡ്രഗ് അടിച്ച് നടക്കണവരല്ലേ ഇറങ്ങിയിരിക്കുക. കുടിച്ച് ഡ്രഗ് അടിച്ച് പിൽസും സിഗരറ്റും വീഡിയോ 20 വർഷം ഡ്രഗ് അടിച്ച് നടന്നവര്. എന്നിട്ട് അതിന്റെ ബോധം കൂടി ഇല്ലേ? ബോധത്തോടെ ആരും സംസാരിക്കണേ? പിന്നെ പിന്നെ നാച്ചുറലായി വന്നതിനെ കൃത്രിമം കാണിക്കുന്നത് എല്ലാ വെഡിത്തം പറയിപ്പിച്ച് പറഞ്ഞത് വിശ്വസിക്കാണ്. അതല്ല ഡ്രഗ് അടിച്ച് നടക്കുന്നത് എല്ലാവരും. ഒരു ബോധം വേണ്ട ആരെന്താ ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്നും. വഴിയേ തിരിച്ച് പകഞ്ഞ പിന്നെന്തിട്ട് പോണത് പകുതിയേ ചാരല്ലോ. ഇതൊക്കെ വിഡ്ഢികൾ ഓരോ വൃത്തികെട്ട നശ്വരം നിർജ്ജീവമായതിനെ തലയിൽ കയറ്റി വിഡ്ഢി ഒപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡയലോഗ് പറയുന്നത്, പാട്ട് മ്യൂസിക് ഇടുന്നത്. എന്നിട്ട് ഡ്രഗ് അടിച്ചാണ് ഞാൻ ഫ്രിക്ഷനായി അവിടെ വാതിൽ തുറക്കാൻ ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് ഇത് വരില്ല. ഒരു സൈഡ് ഒരു തരം എന്താ പറയുന്നത് ഒട്ടിച്ച് ടൈൽസോട് ഒട്ടിച്ച് നിൽക്കണ പോലെ വാതിൽ തുറക്കുന്നത്. അപ്പോൾ വാതിൽ ശബ്ദം തൊട്ടുന്ന ഒരു ലൂസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തുറക്കുമ്പോൾ ഈ വാതിലും കേട് പറ്റാണ്ടിരിക്കാൻ പകുതി വെച്ച് തുറക്കണത്. അതിന് ഫുള്ള് മലർത്തി വേണ്ടെന്ന് പറയില്ലേ? അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ ഏത് വിഡിനെയാണ് സ്വപ്നം കാണണമെന്ന് ഒരു കാര്യം സ്പഷ്ടമായിട്ട് ബോധത്തോടെ പറയുന്നത് മനസ്സിലാക്കാൻ ഉള്ള ബോധമല്ലേ? ഒരു കാര്യം വന്നാൽ ബോധത്തോടെ വായ തുറക്കാറിയില്ലേ? എന്നിട്ട് കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നവർ വിശ്വസിച്ചിരിക്കും. വിഡ്ഢി സ്ത്രീകൾക്ക് വരെ ബോധം ഉണ്ടാ. അവർ സെക്ഷൽ നീഡിന് വേണ്ടി നടക്കുന്നത്. അവരുടെ വാക്കും കേട്ട് നീയും പറഞ്ഞ നീയും അത് തന്നെയല്ലേ? നീയും ഹിജടേക്കാളും കഷ്ടമാണല്ലോ. കുടിച്ചിട്ട് അകടിച്ച് നടക്കുക, വായിന്ന് വളി വിട്ട വാക്ക് വരിക, വിവരമുള്ള കാര്യങ്ങൾ വരില്ലേ വായിന്ന്. എന്നിട്ട് അവരെ ബോധിപ്പിക്കാനായിട്ട് അവരെ മുഷിപ്പിക്കാൻ ഞാൻ പോകണം, എന്നെ മുഷിപ്പിക്കാൻ അവർ ഇനിയും വായ തുറന്നിക്കാൻ. നീ നാളെ ഉച്ചയ്ക്ക് എപ്പോഴും വായ തുറന്നിക്കാൻ. എന്താ ഒന്നും പറയാനില്ല. അടുത്ത ദിവസം വായ തുറന്നു, എന്താ വന്നു. നിങ്ങളുടെ ശബ്ദം തന്നെ തിരിയണല്ലോ. അപ്പൊ ഞാൻ ചിലപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് വരില്ലായിരിക്കും. അപ്പൊ ഞാൻ ശരി 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 പറയാനുള്ളതൊക്കെ കേട്ടോ. ശരി ഒന്നും തിരിയണല്ലേ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ശരി ഞാൻ ഇന്നലെ ലാസ്റ്റിലും പറയാം, ഞാൻ ഇന്നലെ ഇവിടെ വന്നോളൂ രാവിലെ. അപ്പൊ നിങ്ങൾ പടു വിഡ്ഢിത്തരം എനിക്ക് മനസ്സിലാവണല്ലേ? ഏതോ വിഡ്ഢികളെ ഓർത്തിരിക്കാവുന്ന ഓരോന്ന്. അവരൊരു ഹിന്ദി കുട്ടിക്ക് മലയാളി ചുണ്ണാമ്പ്, മലയാളി പാൻപരാകും. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അത് മനസ്സിലാവേണ്ടി തിരിമ പറയും വരച്ച് ഈ അരുന്നുട്ടി വാങ്ങണ പോലെ കിടക്കുന്നുണ്ട് എല്ലാം. ഒരു ബോധം വേണ്ട. ആര് ബോധത്തോടെ സംസാരിക്കുന്നതും ഡ്രഗ് അടിച്ച് നടക്കുന്നതും വ്യത്യാസം എന്താണ്? ഒരു കാര്യം കണക്ഷൻ അനുസരിച്ച് നിങ്ങൾ എൻ്റേത് കോപ്പി ചെയ്ത് അതനുസരിച്ച് സംസാരിക്കാറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പറയും തിരിയണല്ലേ? ഒരു ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ഉണ്ട്, വിപരീതം ചെയ്യണവരും പറയിപ്പിച്ച് പറയണവരും നാച്ചുറലി വന്നത് കൃത്രിമം കാണിക്കുന്നതും. നിങ്ങൾ ഏത് വർഗ്ഗക്കാരെ ശരിക്കും വിഡ്ഢികളുടെ ഗ്രൂപ്പിൽ പെടുന്നതാണോ? ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലാണ് ഞാൻ പറയേണ്ടത്. നിങ്ങളുടെ ഈ വളുവള്ളം ഉണ്ടല്ല, നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്പഷ്ടമായിട്ട് ഞാൻ കേൾക്കേണ്ടതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് പറഞ്ഞുകൊണ്ടിരിക്കണ വിപരീതം. അവിടെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരെയും കുറിച്ച് ഞാനും പറയാൻ പോയിട്ടില്ല. പിന്നെ ഇങ്ങനെയാണ് നീ പറയുന്നത് എനിക്ക് കൊള്ളണേ, അതിൻ്റെ അർത്ഥം നീ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് തിരിയണേ? അങ്ങനെയാണ് നീ പറയുന്നത് ഞാൻ ഡ്രഗ് അടിച്ച് നടക്കേണ്ടത്.
നിങ്ങൾ എന്തിനാ നിങ്ങളെ ലൈഫ് വേസ്റ്റ് ആക്കുന്നത്? ആർക്ക് വേണ്ടി ഈ ആയിരുന്നു കുട്ടി വാങ്ങണേ? ഏത് മണ്ടശിവന് വേണ്ടിയത്? എല്ലാം തീരേണ്ട ഒരു സമയം വന്നു, എന്നിട്ടും അതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞ വോയിസ് എനിക്ക് കിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ വോയിസ് ആണ് ഞാൻ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ തിരിയണല്ലേ, പിന്നെ എനിക്ക് തരണേ? എന്തൊരു വേസ്റ്റ്, എന്തൊരു കോണം. വേസ്റ്റ് കച്ചറ പാക്കറ്റിൽ ഓരോത് കൊണ്ടുപോകുന്നുണ്ട്, മര്യാദയ്ക്ക് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. വേറെ എല്ലാവരാണെങ്കിലോ വേസ്റ്റ് ബാസ്കറ്റ് ഇവിടുന്ന് കച്ചറ എല്ലാം കൂടി ആ ജനൽ വഴി ടോയ്ലറ്റിലിടും. ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് വല്ല കിറുക്കുണ്ട്, ആരും മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? ഒരു കാര്യം കണ്ട ഇവര് അങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും? നിങ്ങൾ എന്തിട്ട് നിങ്ങൾ പറയണേന്ന് കൂടി ഇപ്പൊ ചോദിക്കാൻ നിങ്ങൾക്കൊരു ബോധം വേണ്ടെന്ന് പറയണേന്. ഒരു മൂവിയുണ്ട്, ഒരു കോൺ ബിലീവറും ഉണ്ട്, എല്ലാം ട്രക്ക് അടിച്ച് നടക്കുന്നുണ്ട്, കുറേ വയസ്സ് തമ്മിൽ അടി കൂടുന്നുണ്ട്, ആയിരുന്നു കൂട്ടി വാങ്ങുന്നുണ്ട്. ആർക്ക് വേണ്ടിയായിരുന്നു കൂട്ടി വാങ്ങണ നീ? നിന്റെ തന്തയ്ക്ക് തളയ്ക്ക് വേണ്ടിയാ? വേസ്റ്റുകളൊക്കെ വേണ്ടിയാ? ഒരു കാര്യം, ഞാൻ ഇന്നലെ വന്നുള്ളൂ. നിങ്ങൾക്ക് പ്രൂഫ് നിങ്ങൾ മുമ്പ് കണ്ട് പരിചയമില്ല. അത് എൻ്റെ ഇഷ്ടമല്ല പറയേണ്ടത്, നിങ്ങൾ മുമ്പ് സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 3 വർഷം മുമ്പ് പോകുന്നുണ്ട്. നിങ്ങൾ ഏത് മാമുക്കോയനാടി കോപ്പി ചെയ്തുകൊണ്ടിരിക്കണം? നിങ്ങൾ വല്ല ബോധക്കേടുണ്ടോ നിങ്ങൾക്ക്? ഒരു കാര്യം ചേർച്ചയുള്ള കാര്യങ്ങൾ പറയും, അന്തരാണല്ലോ മൊത്തം ഡിഫറൻസ്. സാധാ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല. കണ്ണ് മെടിച്ച് ഇങ്ങനെ ആയിരുന്നു കൂട്ടി വാങ്ങാൻ കിടക്കാനല്ല.